റെഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം കൻഹ ദേശീയ ഉദ്യാനം. ദുധുവ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 10. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഹെമിസ് നാഷണൽ പാർക്ക്. ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം കേബിൾ ലോംജാവോ. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സൗത്ത് ബട്ടൺ ദ്വീപ് ദേശീയ ഉദ്യാനം. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം കാസിരംഗ നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ? ഉത്തരം പഗ്മാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം? ഉത്തരം ഒറാങ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ലക്ഷദ്വീപ്. അൻഷി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കർണാടകം. ആനകൾക്ക് പ്രസിദ്ധമായ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി? ഉത്തരം പ്രൊജക്ട് ടൈഗർ. ഹസാരിബാഗ് നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ജാർഖണ്ഡ്. മുതുമല വന്യമൃഗ സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഉത്തരം അഗസ്ത്യ-വനം. കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായ ലിറ്റിൽ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല. ജൽദാപാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 50ാമത്തെ ടൈഗർ റിസർവ്? ഉത്തരം കാംലാങ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഉത്തരം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം? ഉത്തരം പന്ന. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്? ഉത്തരം ദീബ്രു സൈക്കോവ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതിക്ക് അർഹനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം MS ധോണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ ശ്രീശൈലം. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കുടക്. ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഛത്തീസ്ഗഡ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 11. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മധ്യപ്രദേശ്.
വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം തഡോബ ദേശീയ ഉദ്യാനം. മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയൂൺ എന്ന പരിസ്ഥിതി സംബന്ധമായ പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജിം കോർബറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം നാഗാലാൻഡ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം മനാസ് ദേശീയ ഉദ്യാനം. റൊഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയ്ക്ക് പശ്ചാത്തലമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം കൻഹ ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ആകെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ എത്രയെണ്ണമാണ്? ഉത്തരം 32. കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം ഡച്ചുഗാം നാഷണൽ പാർക്ക്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം ഡിട്രിച്ച് ബ്രാൻഡേസ്. സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഒഡീഷ. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം മൗലിംഗ്. ഇന്ത്യയിൽ ദേശീയ ഉദ്യാനം ഇല്ലാത്ത സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. നംദഫ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. രാജാജി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഉത്തരാഖണ്ഡ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ. സാലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഗോവ. തൃഷ്ണ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ത്രിപുര. ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഏക നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഗിർ നാഷണൽ പാർക്ക്. കാസിരംഗ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം അസം. രംഗൻ തിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കർണാടക. FSA ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം? ഉത്തരം 1987. മത്തേരാൻ വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഗിണ്ടി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തമിഴ്നാട്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം? ഉത്തരം 2010. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയ ഉദ്യാനം? ഉത്തരം നന്ദൻകാനൻ. കെയ്ബൂൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മണിപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സങ്കേതം ഏതാണ്? ഉത്തരം ബോർ ടൈഗർ റിസർവ്. മേലേപ്പാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഭരത്പൂർ പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം രാജസ്ഥാൻ. സാൽ സരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. ഹെയ്ലി, രാംഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്.
ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഡിട്രിച്ച് ബ്രാൻഡേസ്.